അപ്പൊ അമ്മ എന്താ പറയണത്? ഈ മൈക്ക് പോരാ, എന്റെ കുട്ടിയാണ് അതാണ് ഞാൻ കോടതി പറയുന്നു. എന്റെ കക്ഷിയുടെ കാര്യം എനിക്ക് അങ്ങനെ പതുക്കെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഞാൻ വിചാരിച്ചാലും പറ്റൂല. ആ സമയത്ത് എന്റെ കക്ഷിയുടെ ഭാഗത്താണ് ഈ അമ്മേനെ പറയും. അത് സ്പോണ്ടേനിയസ് ആണ്. അത് ഞാൻ പറയാൻ വേണ്ടി ഒച്ചുകൂട്ടി പറയണതല്ല, പനിയെ വരുന്നതാണ്. എന്നോട് ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ അതാണ്. അപ്പൊ മുല്ലപ്പെരിയാർ വിഷയത്തില് ഈ തുടക്കത്തിലെ ഒരു അനീതിയുണ്ട്. ഇപ്പോ ആ ഡാമിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് അത് വിശാലിന്റെ കയ്യിലാണ്. ഒറ്റയടിക്ക് കേരളത്തിലെ 4 കോടി ജനങ്ങളെ കൊല്ലാൻ കിട്ടുന്ന ഒരു അവസരമാണ്. നരകത്തിലെ സംഭാവന 4 കോടി ജനങ്ങൾ, പശ്ചാത്തപിക്കാത്തവര്, വിശ്വാസമില്ലാത്തവര്, ദൈവത്തെ അറിയാൻ പാടില്ലാത്തവര്, അങ്ങനെ 4 കോടി ജനങ്ങളെ ഒറ്റയടിക്ക് നരകത്തിലെത്തിയിട്ടാണ്. അപ്പം അവൻ എന്തു വില കൊടുക്കും എന്നെ എതിർക്കും. കാരണം എന്താ അറിയാം, ഈ ഡാം നിൽക്കുന്നതിന്റെ താഴെ 1 ലക്ഷത്തോളം ഫാക്ടറികളുണ്ട്. 1 ലക്ഷത്തോളം ഫാക്ടറികളിൽ ആയിരക്കണക്കിന് ഫാക്ടറികൾ കെമിക്കൽ ഫാക്ടറീസ് ആണ്. അതായത് ഈഥെയ്ൻ, മീഥെയ്ൻ, ബെൻസീൻ തുടങ്ങിയ വിഷവാതകങ്ങൾ സംഭരിച്ചു വെച്ചിരിക്കുന്ന, ഖരരൂപത്തിലും ദ്രാവക രൂപത്തിലും സംഭരിച്ചു വെച്ചിരിക്കുന്ന ഫാക്ടറികളാണ്. അതിലെ ഒരു ഫാക്ടറി തകർന്നാൽ മതി, 1000 വേണ്ട. ഒരു മീഥെയ്നുള്ള ഫാക്ടറി തകർന്നാൽ മതി, നമ്മളല്ല വിഷവാതകം കൊടുക്കുന്നത്. കാറ്റടിക്കുന്നിടത്തൊക്കെ ജനങ്ങൾ വീഴും. അതിന് തിരുവനന്തപുരത്തോ കോഴിക്കോടെന്നോ കണ്ണൂരിന്നൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല ബോർഡർ ഡിസ്ട്രിക്ട് ഓഫ് തമിഴ്നാട്, അതായത് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാടിന്റെ ജില്ലകൾ, കർണാടകത്തിന്റെ ജില്ലകൾ തീരും. അപ്പൊ ഒരു വലിയ ദുരന്തം ലോകത്തിന് സമ്മാനിച്ച് വിശാലിന് സന്തോഷിക്കാം. അവൻ അതാണല്ലോ ഉദ്ദേശം. മനസ്സിലായ? പാപം മൂലം നമ്മൾ ദുരന്തങ്ങൾ മുഴുവൻ നമ്മുടെ പാപം മൂലം. പാപം മൂലം എന്ത് സംഭവിക്കും? മരണം. അതെ, പാപം മൂലം വേദവസ്ഥ പറയുന്നത് എന്താണ്? ഭൂമിയുടെ അടിത്തറ ഇളകുന്നതാണ്. മനസ്സിലായ? നമ്മുടെ നാട് 50 ഡാംസ് തകർന്ന നാടാണ് ഇന്ത്യ. ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഇന്ന് 84 ഡാംസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു കേരളത്തിൽ. 84 ഡാംസ് എന്ന് പറഞ്ഞാൽ 84 പാപങ്ങൾ എന്നർത്ഥം. പാപങ്ങളുടെ പിരമിഡ് എന്നർത്ഥം. കാരണം വൈദ്യുതി ഉണ്ടാക്കുന്നതിന് ഡാംസ് ഒന്നും വേണ്ട. കാരണം ജർമ്മനിയിൽ പോയപ്പോൾ, ജർമ്മനിയിൽ നിന്ന് നെതർലൻഡ്സിലേക്ക് പോയപ്പോൾ വഴി നില കാറ്റാടിയിരുന്നു. വലിയ കാറ്റൊന്നുമില്ല, ചെറുതായിട്ട് കാരണം അതിൽ നിന്നൊരു വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു. നമ്മുടെ ഇവിടെ കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ സീഷോറാണ്. കടലിൽ കാറ്റാടി യന്ത്രങ്ങൾ വെച്ചാലുള്ള സ്ഥിതി. നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ വൈദ്യുതി കിട്ടും. പക്ഷെ ഒരു കാറ്റാടി യന്ത്രം വെച്ചാൽ കുറച്ച് കാശാണ് കേരളത്തിന്റെ പോക്കറ്റിൽ വരുന്നത്. ഒരു ഡാം പണിതാലോ $1 $trillions. ഞാൻ കറൻസിയിൽ പറയാത്തത് കറൻസി ഒന്നും അല്ലാത്തതുകൊണ്ടാണ്. മനസ്സിലായോ? ഡാം പണിതാൽ $trillions പോക്കറ്റിൽ വരും. അപ്പൊ ഏതാ? കാറ്റാടി വിറ്റും ഡാം പണിയും അല്ലേ? സൂര്യപ്രകാശം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇത് പുറത്തേക്ക് ഇറങ്ങണ്ടേ, സൂര്യാഘാതം ഉണ്ടാവുന്നു. ഈ സൗരോർജ്ജത്തിൽ ഈ എയർപോർട്ട് പ്രവർത്തിക്കുന്നത് പൂർണ്ണമായും സൗരോർജ്ജത്തിലല്ല. നമ്മൾ 10,000 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റിയെ പുറത്തുനിന്ന് വാങ്ങുന്നത്. ആ തുക ജനങ്ങൾക്ക് വീതിച്ചു കൊടുത്താൽ എല്ലാ വീട്ടിലും സൗരോർജ്ജ പാനലുകൾ വെക്കാൻ പറ്റും. അവർ സൗരോർജ്ജം ഉണ്ടാക്കിയിട്ട് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുക്കും. ഓരോ വീട്ടുകാരും എനർജി ഉണ്ടാക്കി ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുത്ത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ലാഭം വീട്ടുകാർക്കില്ല ചെയ്യുന്നു. കാരണം ഡാംസ് ഉണ്ടാക്കിയ ഒറ്റയടിക്ക് ഈ 5 കൊല്ലം എനിക്ക് പറ്റാൻ പറ്റുള്ളൂ. പിന്നെ 5 കൊല്ലം അങ്ങനെ 5 കൊല്ലം കൊണ്ട് മാക്സിമം ഒപ്പിക്കാം ഡാം ഉണ്ടാക്കാം. അങ്ങനെ 84 ഡാംസ് ഉണ്ടാക്കി വെച്ചപ്പോ ഭൂമിയുടെ അടിത്തറ ഇളകി. ഡാംസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 64 സ്ക്വയർ കിലോമീറ്ററാണ് മുല്ലപ്പെരിയാർ ഡാം മാത്രം വെള്ളത്തിനടിയിലാക്കി. ഈ 64 സ്ക്വയർ കിലോമീറ്റർ വനം എന്ന് പറയുന്ന ദൈവം സൃഷ്ടിച്ച ഭൂമിയെ മനുഷ്യൻ
ഉൽപ്പത്തിയിൽ പറയുന്നു എല്ലാം സൃഷ്ടിച്ചിട്ട് ദൈവം നോക്കി നല്ലതായി നല്ലത്. ആ നല്ലതിനെയാണ് നമ്മൾ തിന്മയാക്കി മാറ്റുന്നത്. ഡാമുണ്ടാക്കി വെച്ച് ഒരു നദി മുല്ലയാറും പെരിയാറും ചേർന്ന മുല്ലപ്പെരിയാർ, ഈ നദി കേരളത്തിലൂടെ ഒഴുകി 44 നദികൾക്ക് ജലസ്രോതസ്സായി അറബിക്കടലിൽ പതിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ നീതി. എന്തിനാ അപ്പൊ പറയാൻ വെള്ളം കയറി കാലിൽ പോയി പാടി അങ്ങനെ പറയുന്ന ആൾക്കാരിവിടെ ഉണ്ട്. ഈ വെള്ളം നോക്കിയിരിക്കുന്ന കോടിക്കണക്കിന് വരുന്ന ജീവി നമുക്കറിയാൻ പാടില്ല എത്ര ജീവി കടലിൽ. ആകാശത്ത് നക്ഷത്രങ്ങളെ പോലെയാണ് കടൽ ജീവികളുടെ എണ്ണം. നമുക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല, പലതിനെയും കാണാൻ പറ്റില്ല. പലതിനും അത്രമാത്രം ജീവജാലങ്ങളുടെ കടലിലുണ്ട്. ദൈവത്തിന്റെ മനോഹരമായ സൃഷ്ടിയാണ് കടൽ. അവർക്ക് ഈ വെള്ളം ശുദ്ധജലം ചെന്നില്ലെങ്കിൽ പറ്റില്ല, അവർ ജീവിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. ശുദ്ധജലം അവസ്ഥ അല്ലെങ്കിൽ നമ്മൾ ഇസ്രായേലിലൊക്കെ പോയവർക്ക് അറിയാം, അവിടെ പരിസരത്ത് പോലും ഒരു പുല്ല് വളർന്നു, ഒരു ജീവിയും അതിനകത്ത് വളരുന്നു. അതുപോലെയാവും നമ്മുടെ കടലിൽ ഈ ശുദ്ധജലം അങ്ങോട്ട് ചെല്ലണം. അത് മാത്രമാണ് നമ്മൾ വേദോത്സവം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു ശ്വാസമാണ് നമ്മുടെ ജീവൻ അല്ലേ. ഇങ്ങനെയാണ് വലിച്ചിട്ട് തിരിച്ചു പോയി തീർന്നു. അത്രേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ മരിക്കുന്നത് യുവാക്കളാണെന്ന് നമ്മൾ തിരിച്ചറിയും. പ്രായമായതല്ല യുവാക്കൾ. അപ്പൊ ഒരു ശ്വാസവും ഈ ശ്വസിക്കാൻ കിട്ടുന്ന വായുവിൽ ഓക്സിജൻ വേണം, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഈ ഓക്സിജൻ എന്ന് പറയുന്ന സാധനം ലോകത്ത് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് സീവീഡ്സ് ആണ്, കടൽ പായലുകൾ. നമ്മൾ നടുക്കടലിൽ ചെല്ലുന്നു മീൻ പിടിക്കാനൊക്കെ, നമ്മൾ കപ്പലയാത്ര ചെയ്യുന്നു. നടുക്കടലിൽ നമുക്ക് ശ്വസിക്കാൻ കഴിയുന്ന എന്താണ്? സീവീഡ്സ് ഉള്ളതുകൊണ്ടാണ്. സീവീഡ്സ് പുറപ്പെടുവിക്കുന്ന ധാരാളമായ ഓക്സിജൻ കൊണ്ടാണ് നമ്മൾ അവിടെ ശ്വസിക്കുന്നത്. ഞാൻ പല പ്രാവശ്യം എനിക്ക് യാത്രകൾ വലിയ ഇഷ്ടമാണ്. കടലിലൊക്കെ പോയിട്ട് നടുക്കടലിൽ ഇറങ്ങി നീന്തിയിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ ശ്വസിക്കാൻ കഴിയുന്നത് ഈ സീവീഡ്സ് ഉള്ളതുകൊണ്ടാണ്. സീവീഡ്സ് വളരണമെങ്കിൽ എന്ത് ചെയ്യണം? ശുദ്ധജലം കടലിൽ. അത് പോകാതെ തടഞ്ഞു നിർത്തി വേറൊരു സംസ്ഥാനത്തേക്ക് വിടുന്നത്. അതായത് മുല്ലപ്പെരിയാറില് പെരിയാറ് അറബിക്കടലിൽ പതിക്കേണ്ടതാണ്. അറബിക്കടലിൽ പതിക്കാണ്ട് വേറൊരു സംസ്ഥാനത്തേക്ക് വിട്ട് ബാക്കിയുള്ള വെള്ളം ബംഗാൾ ഉൾക്കടലിലാണ്. അതല്ല ദൈവം ഈ ലോകത്തിന് ഒരു ക്രമമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. നല്ല ഇന്റലക്ച്വലി ഡിസൈൻഡ് ആണ് ഈ ലോകം, ഈ പ്രപഞ്ചം. ഇതുപോലെ ഡിസൈൻ ചെയ്യാനായിട്ട് ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ഇന്റലക്ച്വലി ഡിസൈൻഡ് ആണ്. ഒരു കുളം എവിടെ വേണം, ഒരു നദി എവിടെ വേണം, ഒരു കടൽ എവിടെ വേണം, ഒരു മല എവിടെ വേണം, എല്ലാം നമ്മളൊരു വീട് പണിയിട്ട് പ്ലാൻ ഉണ്ടാക്കുന്ന പോലെ വളരെ വ്യക്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ടാണ് ദൈവം ഇത് സൃഷ്ടിച്ചു വെച്ചത്. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയോ? ക്ഷീണം വരും ഇല്ലേ? ദൈവാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ദൈവാന്ന് പറഞ്ഞ് ഇത്രയും മനോഹരം. നമ്മുടെ കുട്ടികളൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഡ്രോയിങ്സ് ഒക്കെ ചെയ്യുന്ന നമ്മൾ മാതാപിതാക്കൾ നോക്കി നിന്ന് മനസ്സിലാവും. കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ഡിസൈനും വരച്ചിട്ടാക്കി അല്ലേ? പരമകാരുണ്യന അതിശക്തനായ സമസ്ത പ്രപഞ്ചങ്ങളെയും സൃഷ്ടിച്ച ദൈവം ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇന്റലിജന്റ് ചെയ്യുമ്പോൾ ദൈവത്തിനും ക്ഷീണം. ദൈവം 6 ദിവസം സൃഷ്ടികർമ്മം നടത്തിയിട്ട് 7-ാം ദിവസം വിശ്രമിച്ച് ആ ദിവസത്തെ ദൈവത്തിന്റെ ശാബത്താക്കി പ്രഖ്യാപിച്ചു. എന്റെ ഈ കഷ്ടപ്പാട്, എന്റെ ഈ ക്ലേശം, ഞാനിത് ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രപഞ്ചം സംവിധാനം ചെയ്ത ക്ലേശം നിങ്ങൾ മനസ്സിലാക്കാൻ ഒരു ദിവസം അതിന്റെ നന്ദിയൊന്ന് നിങ്ങൾ പറയണം. വേറെ ഒന്നുമല്ല, നിങ്ങൾ നന്ദിയുള്ളവരാണ്. പറയാൻ ദൈവത്തിന് ആവശ്യമുള്ളൂ. ദൈവത്തിനെ മനസ്സിലാക്കുന്നത് എനിക്കറിയില്ലായിരുന്നു, പക്ഷെ എനിക്കറിയാവുന്ന ഞാൻ പറയാം.